ബിജു നാരായണൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ബിജു നാരായണൻ, ഇനിയില്ല ജാനകി അമ്മ എന്നുള്ള സങ്കടപ്പെടുത്തുന്ന കാര്യമാണ് ഈ സമയം നമ്മൾ സംസാരിക്കുന്നത്. ആ പേര് കേൾക്കുമ്പോൾ, ജാനകി അമ്മ എന്ന പേര് പറയുമ്പോൾ തന്നെ എത്രയെത്ര പാട്ടുകളാണ് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി വരുന്നത്. അതെ അതെ, തീർച്ചയായിട്ടും. ഞാൻ വളരെ വേദനയോട് കൂടിയാണ് ഈ ഒരു വാർത്ത ഇപ്പൊ ഇവിടെ രാവിലെ, ഞാൻ അമേരിക്കയിലുള്ളത്, രാവിലെ എണീറ്റപ്പോ ഇതുപോലെ മറ്റു ചാനലിൽ നിന്ന് വിളിച്ചിട്ടാണ് എന്നോട് ഈ കാര്യം പറയുന്നത്. വളരെ ഷോക്കിംഗ് ന്യൂസ് തന്നെയായിരുന്നു. കാരണം അമ്മ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ അസുഖമായിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ആ രീതിയിൽ നമുക്ക് ഏജ് ആയെങ്കിലും, പിന്നെ 88 ഒക്കെ ആണെങ്കിൽ പോലും ഇതൊരു ഷോക്കിംഗ് ന്യൂസ് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പോ അമ്മയുടെ കുടുംബാംഗങ്ങളോടൊപ്പം ഈ വേദനയിലും ഇതിലും പങ്കുചേരുകയാണ്. ഒരുപാട് നല്ല ഓർമ്മകളാണ് അമ്മയായിട്ടുള്ളത്. എന്റെ 10-30 വർഷം മുമ്പാണ് ചെന്നൈയിലെ റെക്കോർഡിങ്ങിന് അമ്മയെ ഞാൻ മീറ്റ് ചെയ്യുന്നത്. ഒരു ഡിവോഷണൽ ആൽബത്തിന്റെ വർക്കായിരുന്നു. ഡൽഹിയിലെ പണിക്കേഴ്സ് ട്രാവൽസിന്റെ റെക്കോർഡിംഗ് ആയിരുന്നു. അപ്പൊ ഞാനും ആൽബത്തിൽ പാടിയിരുന്നു. അങ്ങനെയാണ് അമ്മയെ ആദ്യം അടുത്ത് കാണുകയും അമ്മയുടെ റെക്കോർഡിംഗ് കാണുകയും. നമുക്കറിയാം, അമ്മ സ്റ്റേജിലാണെങ്കിലും റെക്കോർഡിങ്ങിനാണെങ്കിലും അമ്മയുടെ ചുണ്ടുകള് ചലിപ്പിക്കുന്നത് പോലും നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കില്ല. അത്രയേറെ യാതൊരു ആക്ഷനും ഇല്ലാതെ, കൈയൊന്നും എടുക്കാതെ ഇങ്ങനെ വളരെ സൗമ്യമായിട്ടാണ് മൈക്കിന്റെ മുമ്പിൽ പാടുന്നത്. നമുക്ക് അത്ഭുതമാണ് പലപ്പോഴും അമ്മയുടെ ഈ ചുണ്ടിൽ തന്നെയാണോ ഈ ശബ്ദം വരുന്നത് നമുക്ക് അത്ഭുതമാണ്. അത്രത്തോളം ഒരു സൗമ്യമായിട്ട് പാടുന്നൊരു സിംഗറാണ്. പക്ഷെ ആ ശബ്ദം സിനിമയിൽ ഓൺ സ്ക്രീനിൽ വരുമ്പോഴത്തേക്കും ഏതുതരം വികാരങ്ങളാണോ ആ പാട്ടിലൂടെ കൺവേ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് അത്രയധികം കൃത്യമായിട്ട് തന്നെ ഓഡിയൻസിലോട്ട് എത്തിക്കാൻ വേണ്ടി സാധിക്കുമായിരുന്നു. അതൊരു ആത്തോ സോങ് ആണെങ്കിലും ഒരു ഫാസ്റ്റ് പാട്ടാണെങ്കിലും കൊച്ചു കുട്ടികളുടെ വോയിസിൽ, നമുക്കറിയാം കുട്ടികളുടെ വോയിസിൽ അമ്മ എത്രയോ പാട്ടുകളാണ് പാടിയിട്ടുള്ളത്. അതെല്ലാം നമുക്ക് അമ്മയാണ് പാടുന്നത് പോലും നമുക്ക് തോന്നാറില്ല. ഒരുപാട് നല്ല അനുഭവങ്ങളാണ്. എന്തായാലും ഈ അവസരത്തിൽ അതെല്ലാം വേദനയോടുകൂടി തന്നെ ഓർക്കുകയാണ്. ശരി, വളരെയധികം നന്ദി ശ്രീ ബിജു നാരായണൻ സംസാരിച്ചതിന്.